ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് ധരാലിയിൽ ഇപ്പോഴും പോകാൻ കഴിയുന്നില്ല. പ്രധാന പാതകളെല്ലാം മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. മിഥുൻ, ഇപ്പോൾ രാവിലെ മറ്റു ചില മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഭാഗങ്ങളിൽ പോലും മണ്ണിടിഞ്ഞ് സൈനികർക്ക് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കൂടുതൽ പേരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അതിന് ഇനി എത്രത്തോളം സമയമെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? ഇവിടേക്കുള്ള പ്രധാനപ്പെട്ട പാതകളിലെല്ലാം ഈ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായും അതായത് ഗതാഗതം പൂർണ്ണമായും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. കാരണം അവിടേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അത്രത്തോളം മണ്ണിടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. റോഡ് പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. മണ്ണിടിഞ്ഞത് ഒരു വശത്ത് ഈ ഒരു കൊക്ക പോലത്തുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിഞ്ഞ് ഒരു സൈഡിലേക്ക് വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ ഒരു രീതിയിൽ മാറ്റി ഒരു സമാന്തര പാത നിർമ്മിക്കുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണുള്ളത്. കാരണം ഇവിടെ നിന്ന് അതായത് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 19 കിലോമീറ്റർ അകലെയാണ് ഗംഗോത്രി. അതിനും ഇടയിലാണ് ഈ പ്രദേശം, ധരാലി എന്ന് പറയുന്ന പ്രദേശം അതിനിടയിലാണ്. അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മുതൽ 5 കിലോമീറ്റർ വരെ ദൂരമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇനിയുള്ള ഏറെ സമഗ്രമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്. അവിടെ വാഹനങ്ങൾ പലതും എത്തുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ചെളിയൊക്കെ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെ വാഹനമൊക്കെ അവിടെ കുടുങ്ങിയതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ പുറത്തു വരികയും ചെയ്തതാണ്. അപ്പോൾ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവിടേക്ക് കടത്തിവിടുന്നില്ല. തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ആരും വരരുത് എന്നുള്ള കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനം പക്ഷേ നേരത്തെ മുൻകൂട്ടി ഇത് അറിയുന്നതിന് മുമ്പൊക്കെ യാത്ര പ്ലാൻ ചെയ്തവരൊക്കെ ഈ ഉത്തരകാശി മേഖലയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറുവശത്ത് ഈ ഗംഗോത്രിയിൽ നിരവധി പേർ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് തിരികെ പോകണമെങ്കിൽ, അതായത് ഈ റോഡ് വീണ്ടും പുനഃക്രമീകരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നവീകരിച്ചാൽ മാത്രമേ അവർക്കും തിരികെ പോകാൻ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തായാലും നിലവിൽ ഇത് പൂർണ്ണമായും തയ്യാറാക്കുന്നതിന് വേണ്ടി അവിടേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന തരത്തിൽ ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. അത് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അത് ക്രമീകരിച്ച് അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ അതിന് കൂടുതൽ സമയമെടുത്തേക്കുമെന്ന് കൂടിയുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എത്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷേ അത് നടത്തിയാൽ മാത്രമേ, അത് വിജയകരമായി പൂർത്തീകരിച്ചാൽ മാത്രമേ മറ്റ് സംവിധാനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റ് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കൂ. ബൂം ഹിറ്റാച്ചി പോലുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കണം. ഒപ്പം തന്നെ നിരവധി സേനാ വിഭാഗങ്ങൾ ഇപ്പോഴും അവിടേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ITBPയുടെയും ഒപ്പം തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും ഒക്കെ സംഘം അവിടെയുണ്ട്. സേനയുടെ ഒരു വിഭാഗം അവിടെയുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. അതിൽ 150-ലധികം ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക്, അതായത് ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ അവിടെ നിന്ന് കൃത്യമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഞാൻ സൂചിപ്പിച്ചു വരുന്ന 2 ഇല കെട്ടിടങ്ങളിലൊക്കെ പൊക്കത്തിൽ ഇങ്ങനെ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. വലിയ പാറക്കഷ്ണങ്ങളൊക്കെയാണ്. അതിൽ ഒക്കെ മാറ്റണമെങ്കിൽ ഈ ഒരു ആളുകളെ കൊണ്ട് മാത്രം പറ്റില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ അതിന് മെഷീനറികളുടെ സഹായം വേണം. അവ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അതിനുശേഷം മാത്രമേ അവിടെ നിന്ന് പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന് വെല്ലുവിളി ആയിട്ടുള്ളത് ഈ മഴ അതിശക്തമായി ഇടവിട്ട് അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വീണ്ടും മഴ അതിശക്തമായി തന്നെ അവിടെ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സുഖി എന്ന പ്രദേശം, അതായത് ഈ ധരാലിക്ക് സമീപമായിട്ടുള്ള സുഖി എന്ന പ്രദേശത്ത് ഇന്ന് പുലർച്ചെ ഈ മണ്ണിടിച്ചിൽ ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു. മേഘവിസ്ഫോടനം ഉണ്ടാവുകയും അത് വനമേഖല ആയതുകൊണ്ട് തന്നെ ആശങ്കകൾ ഇല്ലാതായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം വനപ്രദേശത്തായിരുന്നു, വനമേഖലയാണ്. അവിടെ ആൾതാമസങ്ങളൊന്നും തന്നെ ഇല്ലാത്ത മേഖല ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴ്വരയിൽ താമസിച്ചിരുന്ന ആളുകളെ ഈ ഇവിടുത്തെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഇന്നലെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. വീണ്ടും പ്രളയ സമാനമായ സാഹചര്യം, ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള ജനവാസ മേഖലയിലുള്ള എല്ലാവരെയും അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം, അതായത് അവിടെ നിന്ന് പൂർണ്ണമായും ഒഴിയണം എന്നുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് മുൻകാലങ്ങളിലുമൊക്കെ
സമാനമായിട്ടുള്ള സാഹചര്യം അവർ കണ്ടിട്ടുള്ളതാണ്. ഉത്തരാഖണ്ഡിൽ പല ദുരന്തത്തെയും അതിജീവിച്ചിട്ടുള്ള ജനതയാണ്. അവർ ഇതെല്ലാം നേരത്തെ അഭിമുഖീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയ ദുരന്തം, 100-ലധികം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരാരൊക്കെയാണ്, അവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വശത്ത് ഈ ഹോം സ്റ്റേകളും ഒപ്പം തന്നെ റിസോർട്ടുകളും ഒക്കെയാണുള്ളത്. വിനോദസഞ്ചാര മേഖലയായതുകൊണ്ട് അവിടെ ആ ഭാഗമാണ് പൂർണ്ണമായും ഇങ്ങനെ ഈ മണ്ണും ഈ മരങ്ങളും കല്ലുകളും ഒക്കെയായി പൊടുന്നനെ വന്ന് ഒലിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്ന ഒരു പൂർണ്ണമായും വിഴുങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്ന അവിടെ ആരൊക്കെ താമസിക്കാനുണ്ടായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന ആളുകളൊക്കെ എത്രത്തോളം പേരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചില ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഈ വിനോദസഞ്ചാരത്തിനായി പുറപ്പെട്ടിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിക്കാൻ വേണ്ടിയുള്ള നമ്പറുകളൊക്കെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ വിവരങ്ങൾ ശേഖരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ വൃത്തങ്ങൾ എത്തുന്നതെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ ഒരു വ്യക്തമായ ചിത്രമില്ല എന്നുള്ളതാണ്, വ്യക്തമായ കണക്കില്ല എന്നുള്ളതാണ്. അവിടെ എത്രത്തോളം പേരുണ്ടായിരുന്നു, എത്രത്തോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്, അവിടുത്തെ ജനങ്ങളാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിശോധനകളും പുരോഗമിക്കുകയാണ്. മറ്റൊന്ന് രക്ഷാപ്രവർത്തനമാണ്. അത് 2ാം ദിവസവും തുടരുകയാണ്. അതിനുവേണ്ടിയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലാണ് സൈന്യവും മറ്റ് സേനാ വിഭാഗങ്ങളും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള സാധ്യതകൾ കൂടി നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ്. ശ്രീജ, മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൻ്റെ ദൃശ്യമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ധാരാളി എന്ന ഗ്രാമം ഇല്ലാതാവുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇതിന് സമാനമായൊരു സാഹചര്യം നമ്മൾ നേരിട്ടത് കഴിഞ്ഞ വർഷം ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെയാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. ആകെ 500ഓളം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ധാരാളി. പക്ഷേ പ്രശ്നം ഇത് ഗംഗോത്രി ചാർധാം യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരുപാട് പേർ അങ്ങോട്ടേക്ക് പോവാറുണ്ട്, വിനോദയാത്രയായും അതല്ലാതെ വിശ്വാസപരമായ യാത്രയും ഒക്കെ നിരവധി പേർ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. ആ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമായി ആളുകൾ കരുതുന്ന സ്ഥലമാണ്. അതല്ലാതെ തന്നെ അതിമനോഹരമായ ഒരു ഗ്രാമം എന്ന നിലയ്ക്ക് അവിടേക്ക് ഒരുപാട് പേർ എത്താറുണ്ട്. ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെയുള്ള ഭാഗത്താണ് ഈ പൂർണ്ണമായും ഈ മലവെള്ളപ്പാച്ചിൽ ഇല്ലാതാക്കിയത് എന്നതുകൊണ്ട് തന്നെ എത്ര പേർ ഈ അപകടത്തിൽപ്പെട്ടു എന്നതിൻ്റെ കണക്കുകൾ പോലും ലഭ്യമല്ല. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവിടെ എത്തി. അദ്ദേഹം ആകാശമാർഗം ഈ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിയിരുന്നു. कल धराली की आपदा आई है, उस आपदा में सभी एजेंसियां हमारी वहां पर काम कर रही है। सेना के लोग भी काम कर रहे हैं बचाव और राहत के काम में। आईटीबीपी लगी है, एनडीआरएफ, एसडीआरएफ और स्थानीय लोग, सभी लोग आगे आकर, हमारे जनप्रतिनिधि भी सभी लोग बचाव के काम में लगे हैं। कल लगभग 130 के लगभग लोगों को रात को रेस्क्यू किया गया है और अभी लगातार खोजबीन जारी है। रास्ते में चूंकि काफ़ी ज़्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है और कुछ पुल भी जो है क्षतिग्रस्त हो गए हैं। उसके कारण से वहाँ पर पहुँचना भी मुश्किल हो रहा है।